മാളയിൽ കാലിക്കറ്റ് സർവകലാശാല കലോത്സവത്തിൽ വിദ്യാർത്ഥി സംഘർഷം. SFI KSU അക്രമത്തിൽ നിരവധി പേർക്ക് പരിക്ക്. മത്സരങ്ങൾ വൈകിയതും ഫലപ്രഖ്യാപനത്തിലെ തർക്കവും തമ്മിൽ തല്ലിൽ കലാശിച്ചു. പരസ്പരം പഴിചാരി വിദ്യാർത്ഥി സംഘടനകൾ. വയനാട്ടിലും കണ്ണൂരിലും കടുവയെ കണ്ടെന്ന് നാട്ടുകാർ. മാനന്തവാടി കാവേരിപ്പോയിൽ കടുവ നാട്ടിലിറങ്ങിയതായി സംശയം. കണ്ണൂർ ഇരിട്ടി കീഴ്പള്ളിയിൽ വളർത്തുനായയെ കടുവ കൊന്നെന്ന് നാട്ടുകാർ. കാരണവർ വധക്കേസിലെ പ്രതി ഷെറിന് ശിക്ഷാ ഇളവിന് മന്ത്രിസഭാ അനുമതി. ഗവർണർ അംഗീകരിച്ചാൽ ജയിൽ മോചിതയാവും. ശിക്ഷാ ഇളവ് കിട്ടിയത് പലതവണ പരോൾ കിട്ടിയെന്ന ആരോപണമുയർന്ന പ്രതിക്ക്. എനിക്ക് കേരളത്തിൽ നിൽക്കാൻ പറ്റാത്ത അവസ്ഥ കൊണ്ടാണല്ലോ ഞാൻ നാടുവിട്ടേണ്ടി വന്നത്. അപ്പൊ അങ്ങനെയുള്ള ഒരാളിനോട് നാട്ടിലോട്ട് വരുമോ, ഇങ്ങനെ ഒരു കള്ളക്കേസ് വീണ്ടും നേരിടുമോ എന്ന് നിങ്ങൾ ചോദിക്കുന്നതിൽ എന്താണ് അർത്ഥമുള്ളത്? കൂലിപ്പണിയെടുത്ത് ജീവിക്കുകയാണ്. നടിയെ സാമൂഹ്യ മാധ്യമങ്ങളിൽ അപമാനിച്ചതിന് കേസെടുത്ത സംവിധായകൻ സനൽകുമാർ ശശിധരൻ അമേരിക്കയിൽ. കോൺസുലേറ്റ് വഴി നാട്ടിലെത്തിക്കാൻ പോലീസ്. നടിയുടെ പരാതിക്ക് പിന്നിൽ സമ്മർദ്ദമെന്ന് സനൽകുമാർ ന്യൂസ് 18നോട്. ഒരിക്കൽ അറസ്റ്റിലായിട്ടും പിന്തുടർന്ന് ശല്യം ചെയ്യുന്നുവെന്ന് നടി. പകർപ്പവകാശ ലംഘന കേസിൽ നയൻതാരയ്ക്ക് തിരിച്ചടി. നടൻ ധനുഷിന്റെ ഹർജി തള്ളണമെന്ന നെറ്റ്ഫ്ലിക്സിന്റെ ആവശ്യം മദ്രാസ് ഹൈക്കോടതി തള്ളി. സിനിമാ സെറ്റിലെ ദൃശ്യങ്ങൾ വിവാഹ ഡോക്യുമെന്ററിയിൽ ഉപയോഗിച്ചതിനെതിരായ ഹർജി കോടതി പരിഗണിക്കും.